നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. ചേട്ടാ, പഞ്ഞമാസമല്ല പുണ്യമാസമാണ് കർക്കിടകം എന്ന് മലയാളി പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു 3-4 പതിറ്റാണ്ടായിരിക്കുന്നു. രാമായണശീലുകളാൽ മുഖരിതമായ സന്ധ്യകൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 30-40 വർഷമായിട്ട് അങ്ങനൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പൊതുവേ കർക്കിടകം പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും ഒക്കെ കാലമാണ്. രോഗങ്ങളുടെയും മറ്റ് ഈ പ്രകൃതിജന്യമായ ദുരന്തങ്ങളുടെയും ഒക്കെ കാലമാണ് എന്ന് നമ്മൾ മലയാളി പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാമായണ മാസമാണ്, അതിപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, കർക്കിടക മാസം. ആ രാമായണ മാസത്തിൽ വേറിട്ട ചില കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അങ്ങയോട് അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവരും രാമായണം വായിക്കാറുണ്ട്, രാമായണം വ്യാഖ്യാനിക്കാറുണ്ട്, രാമായണ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ അങ്ങ് അതിൽ വ്യത്യസ്തമായ ഒരു സംഭാവന നൽകിയ ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ കേരളത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ട് നാലമ്പലങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ജില്ലകളിൽ, അങ്ങയുടെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ, കോട്ടയത്ത്, മലപ്പുറത്ത്, അതുപോലെ എറണാകുളം ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പരിപൂർണമായ വിവരങ്ങൾ അതിനെക്കുറിച്ച് ഇല്ല. എങ്കിലും ഞാൻ വായിച്ചതും പഠിച്ചതുമായ കാര്യങ്ങൾ വെച്ച് ഈ നാലമ്പലം, അതായത് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 പേരുടെയും പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ, അതിനെ സംബന്ധിച്ച് അങ്ങൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രാമായണ മാസത്തിൽ നമുക്ക് ഈ നാലമ്പലങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. രാമായണ മാസം എന്നുള്ള ആ പേര് തന്നെ ഔപചാരികമായി വരുന്നത് 1982 വിശാല ഹിന്ദു സമ്മേളനം. അന്ന് സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമിയാണ് ഈ ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. കാര്യം അദ്ദേഹം അന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ചിങ്ങമാസം കൃഷ്ണപ്പാട്ടിൻ്റെ മാസമായി ഉത്തര കേരളത്തിൽ ആചരിക്കുന്നു. അതെ, ചിങ്ങമാസം വരുമ്പോൾ കൃഷ്ണപ്പാട്ട് എന്ന് വെച്ചാൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അത് ഉത്തര കേരളത്തിൽ നടത്തുന്ന. എന്തുകൊണ്ട് നമുക്ക് ഈ രാമായണത്തിന് വേണ്ടി ഒരു മാസമായി രാമായണ മാസമായിക്കൂടാ? ഇത് ചിന്മയാനന്ദ സ്വാമിയാണ് ഇത് ഇങ്ങനൊരു ആശയം പകർന്നത്. പിന്നീട് അത് മറ്റെല്ലാവരും. പക്ഷെ അത് ഈ ചിന്മയാനന്ദ സ്വാമി പറയുന്നതിന് മുമ്പും കേരളത്തിൽ അതാണ് കേരളത്തിലെ ഇപ്പോൾ ഉത്തര കേരളത്തിൻ്റെ കാര്യം പോട്ടെ, തിരുവിതാംകൂറിൽ, തെക്കൻ തിരുവിതാംകൂറിലൊക്കെ അത്താഴം കഴിഞ്ഞാൽ രാമായണം വായിച്ച് മുതിർന്നവർ വായിക്കും, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് വായിക്കും. അങ്ങനൊരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്രായമായപ്പോൾ ഇത് 1982 ഇങ്ങനെ വന്നു. അതുകൊണ്ടാണ് രാമായണ മാസം എന്നാക്കിയ. അവിടെ ആ സന്ദർഭത്തിൽ ഒരു പുരോഗമനാശയക്കാരനായ ഒരു കവി പറഞ്ഞു, ഇത് രാമായണത്തിൻ്റെ കാലമല്ല, രമണൻ്റെ കാലമാണ്. എന്നിട്ട് ടാഗോർ സെൻറ്റിനറി ഹാൾ അവർ സെമിനാറും വെച്ചു. അതാണ് 82 കേരളത്തിൻ്റെ സ്ഥിതി. രാമായണം അല്ലെങ്കിൽ ഭാഗവതം കേട്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്ത സനാതനധർമ്മ ഭവനങ്ങൾ 82 ആയപ്പോഴേക്കും അതിൽ നിന്നൊക്കെ വളരെ അകന്നുപോയി. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. ഈ രാമായണശീലുകളുമായി വരുന്ന കർക്കിടക കാറ്റ് എന്നൊരു കവി പാടിയിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ ജനകീയമായി കഴിഞ്ഞു. അപ്പോൾ ഈ ജനകീയമായി രാമായണ മാസമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 96 ഞാൻ നാലമ്പലങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതുന്നത്. അത് ആദ്യം ഒരു ലേഖനം എഴുതി, അത് കണ്ട് കുഞ്ഞുണ്ണി മാഷ്, നമ്മുടെ തൃശ്ശൂർ സാക്ഷാൽ കുട്ടികളുടെ കവികളിൽ വലിയ ഉണ്ണിയായ കുഞ്ഞുണ്ണി മാഷ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, ഒരു പുസ്തകം തന്നെ തയ്യാറാക്കുക. എങ്ങനെയാണ്? അപ്പോൾ ആ പുസ്തകത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നത് കുഞ്ഞുണ്ണി മാഷാണ്. പിന്നെ അതുകൂടാണ്ട് എൻ്റെ 96-97 ഇറങ്ങിയ പുസ്തകത്തിന് ചട്ട വരച്ച് തന്നത് മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് പിക്ചർ എടുത്ത അതിൻ്റെ സംവിധായകൻ അഡ്വക്കേറ്റ് പി രാമദാസാണ്.
എൻ്റെ പ്രഥമ പുസ്തകം ഇപ്പം താങ്കൾ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു എന്നുള്ളത് നാലമ്പലം തീർത്ഥയാത്ര. അതെന്താ 36 പേജ്. ഓ ഓ, വളരെ കൊച്ചു പുസ്തകം. 36 വായിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ, അതായത് ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിഞ്ഞാലക്കുട ഭരതക്ഷേത്രം, അത് കഴിഞ്ഞ് ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രം എന്ന് പറയുന്നത് കൂടൽമാണിക്യം ക്ഷേത്രം, അത് കഴിഞ്ഞ് തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിപ്പോൾ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ എന്നോട് ആദ്യം ചോദിക്കുക കൂടൽമാണിക്യം ഇതല്ല. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് നിന്നൊരു സഹോദരിയുടെ കത്ത് വന്നു, നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല നാലമ്പലങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ രാമപുരം കേന്ദ്രീകരിച്ച്. അന്ന് ഞാൻ ഹിന്ദു വിശ്വയുടെ എഡിറ്ററും കൂടിയാണ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹിന്ദു വിശ്വ എഡിറ്റർ. അപ്പൊ അങ്ങനെ അതുമായി രാമപുരം ഉദ്ദേശിച്ചത് കോട്ടയം ജില്ലയിൽ, രാമപുരം, അത് കേന്ദ്രീകരിച്ച് നാലമ്പലങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയി എഴുതി. അടുത്ത ഇതില് അന്വേഷിച്ചു പോയി കണ്ടെത്തി. അപ്പൊ ആ സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയത് കുമ്മനം രാജേട്ടൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയി. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും നാലമ്പലങ്ങൾ, അപ്പോൾ 8 ക്ഷേത്രങ്ങളുടെ ചരിത്രമാക്കിയ ചൂടപ്പം പോലെ തീർന്നു. പിന്നെ അടുത്ത വർഷം അപ്പോഴേക്കും മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് പോകുന്ന വഴി രാമപുരമുണ്ട്. രാമപുരം കേന്ദ്രീകരിച്ച് നാലമ്പലം. അപ്പൊ ഈ രാമപുരം എന്നുള്ള പേര് തന്നെ ഈ നാലമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. രാമപുരങ്ങളുണ്ട്. ഇപ്പൊ കായംകുളം ഏരിയയിലെ രാമപുരം 18 രാമപുരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കണം ചരിത്രം വരുന്നത് രാമന്റെ പുരം. ഞാൻ ഈ മലപ്പുറത്ത് പോയിട്ട് എഴുതിയത്, എനിക്ക് എല്ലാ വർഷവും അവരെന്നെ വിളിച്ച് സ്വീകരണം തരും. അതിൻ്റെ കാര്യം അത്രയും കുറവ പഞ്ചായത്തിൽ, രാമപുരം കേന്ദ്രീകരിച്ച കുറവ പഞ്ചായത്തിലെ കരിഞ്ചാപ്പാടി എന്നുള്ള ഭാഗത്താണ് ഭരതക്ഷേത്രം. അപ്പം ഞാൻ ആദ്യം പോയപ്പോൾ തകർന്ന് തരിപ്പണായിട്ട് പുല്ലുകൊണ്ടൊക്കെ മൂടിക്കിടക്കുന്ന മാതൃഭൂമിക്കാരനായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് അത്. തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കയറിയിട്ടാണ് അദ്ദേഹം പടം എടുത്തത്. അപ്പോൾ ആകെ തകർന്ന തരിപ്പണ. ഇന്നത് ഒക്കെ വളരെ പുനരുദ്ധരിക്കപ്പെട്ടു. ആ പുനരുദ്ധാരണത്തിൽ മുസ്ലിം ജനതയുടെ പങ്കുമുണ്ട് അവിടുത്തെ ആ പ്രദേശത്ത്. അതിൻ്റെ ഒക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം എനിക്കൊരു സ്വീകരണമൊക്കെ ആയിട്ട്, അപ്പോൾ ഈ പുനരുദ്ധാരണത്തിൽ കുറച്ച് മുസ്ലിങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളോട് ആരാ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു? അല്ല, ഇത് നിങ്ങളിതിൻ്റെ കാര്യത്തിൽ അതൊന്നും ആരും അറിയണ്ട. അപ്പം അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഞങ്ങൾ മലപ്പുറത്തെ മാപ്പിളാർക്ക് 2നെയാണ് പേടി. ഒന്ന് ബ്രഹ്മരക്ഷസ്, 2 RSS. അപ്പം ഞാൻ RSS ശരി മനസ്സിലാക്കാം, കാരണം ഈ ന്യൂനപക്ഷങ്ങളിൽ ഒരു ഭയം RSSനെ കേന്ദ്രീകരിച്ച് ഭയം നിർത്തേണ്ടത് ചിലർക്ക് ആവശ്യമാണ്. രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ അത് ചിലർക്ക് ആവശ്യമാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഈ RSSനെ കാണിച്ചാണല്ലോ പേടിപ്പെടുത്തി വോട്ട് വാങ്ങിച്ച് ബ്രഹ്മരക്ഷസിന് ഭയം എന്ന് പറയുമ്പോ പാവം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മാഷ് ഈ നമ്പൂരച്ചന്മാരൊക്കെ നല്ല ആൾക്കാരാ, പക്ഷെ അവര് മയ്യത്തായാലാ പ്രശ്നം ഉണ്ടാക്കണം. കാര്യം മനസ്സിലായില്ല, ബ്രഹ്മരക്ഷസ്. അപ്പം ഇവറ്റങ്ങളെ ഇങ്ങനെ ക്ഷമിക്കണം, ഇവരെ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയിട്ടാണ്. കാരണം ഗൾഫിലൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ ശാന്തി സമാധാനമില്ല, രമ്യഹർമ്മ്യങ്ങളിലൊക്കെയാണ്. അപ്പം ഏതെങ്കിലും രാത്രിയിൽ വല്ല ജ്യോത്സ്യന്മാരെ പോയി കാണുമ്പോൾ അവർ പറയും ഇത് ക്ഷേത്രഭൂമിയിലാണ് ഇരിക്കുന്നത്. അതിൽ കുറേയൊക്കെ സത്യമുണ്ടാവാം. അത് അവിടെ ബ്രഹ്മരക്ഷസുണ്ട്, ഒഴിപ്പിക്കണം, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അമ്പലങ്ങളിലേക്ക്. അപ്പം ഇവിടെ ഈ രാമായണ മാസക്കാലം ആണെങ്കിലും പറഞ്ഞ് നമ്മൾ അതിൻ്റെ സാമൂഹികമായ പശ്ചാത്തലം, ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ട് 90 വർഷം കഴിഞ്ഞു. ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം നടക്കുന്നു. ഫണ്ടുകൾ, പണം ധാരാളം വരുന്നുണ്ട്. പണ്ട് ഈ ക്ഷേത്രത്തിൽ ഊരായ്മക്കാർ അവർ ക്ഷേത്രങ്ങളൊന്നും
ഞങ്ങളെ കൊണ്ട് പറ്റില്ല, നാട്ടുകാരുടെ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ അന്യാധീനപ്പെട്ട് നശിച്ചു പോകും. അവരൊക്കെ ഇപ്പോൾ വീണ്ടും ക്ഷേത്രങ്ങൾ വേണമെന്ന് പറഞ്ഞ് കോടതിയും അതും ഇതൊക്കെ. ആരാണ് ഇത് പോകുന്നത്? ദേവന്റെ പിതാക്കന്മാരെന്ന് പറയുന്നവരാണ് പോകുന്നത്. ഇവിടെയല്ലാതെ നമ്മളൊന്ന് ഈ സന്ദർഭത്തിൽ ഒന്ന് ആലോചിക്കേണ്ടത് ഈശ്വരൻ്റെ പിതാക്കന്മാർ. പക്ഷെ അവരുടെ പെരുമാറ്റ രീതി എന്താണ്? അത് അവിടെയാണ് ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകമുണ്ട്, എ പേഴ്സൺ ഷുഡ് ബി എ ജെന്റിൽമാൻ അറ്റ് ഫസ്റ്റ് ദെൻ ട്രൈ ടു ബി എ സാധു. അത് സാധുക്കളെക്കുറിച്ച്. ആദ്യം മനുഷ്യനാവുക, പിന്നെ മാന്യനാവുക, പിന്നെ സാധുവാകുക. ഇവിടെ ഈശ്വരൻ്റെ പിതാക്കന്മാരെന്ന് പറയുന്നവരുടെ പെരുമാറ്റ രീതി എന്താണ്? അത് പൂന്താനം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ബ്രഹ്മാവ് പോലും തോറ്റു പോകുന്ന അവസ്ഥയിലാണ്. ഇത് നമ്മളുടെ സനാതന ധർമ്മ സമൂഹം ഈ രാമായണ മാസക്കാലത്തും മറ്റും മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ആയിത്തീരുന്നത്? നേരെ മറിച്ച് ഞാൻ ഇവിടെ ഋഷികേശിൽ ഒരു കുഞ്ചാപുരി എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്. അവിടെ വളരെ മഹാനായ ഒരു ആളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാട്ടിൽ കൂടെ, ഞാനല്ല ഞങ്ങൾ കുറച്ച് പേര് കൂടി കാട്ടിൽ കൂടെ പോയി അവിടെ എത്തി. ഇപ്പോൾ ആ കുഞ്ചാപുരിയിലെ ശിവക്ഷേത്രം നോക്കുന്ന ആൾ വന്ന് ഞങ്ങളുടെ കാലൊക്കെ കഴുകി സ്വീകരിക്കുക. എൻ്റെ ശിവൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരാണ്. പിന്നെ അപ്പോൾ ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹമാണ് ആ മഹാത്മാവ്. അദ്ദേഹം രാജസ്ഥാനിൽ ജനിച്ച ഒരാളാണ്. അവിടെ ഒരു ക്ഷേത്രം പെടുന്നു, കാടിൻ്റെ നട ശിവൻ്റെ ഉപാസകനാണ്. ബൈറോൺ സിംഗ് ഷെയ്ഖ്വാത്തിൻ്റെ അനിയനാണ്. അത് ശരി. അന്ന് ബൈറോൺ സിംഗ് ഷെയ്ഖ്വാത്ത് ഉപരാഷ്ട്രപതി ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം നമ്മളെ വരുമ്പോൾ വിളിച്ച് ആദരിച്ച് കാലൊക്കെ, അതായത് മഹാശിവനെ കാണാൻ വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഈ നാലമ്പല തീർത്ഥയാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ട് ഇവിടെ ഈ ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നുണ്ട്, കണ്ടമാനം സമ്പത്ത് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ചില അദ്വൈതികൾ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിൽ പൈസ ഇടരുത്, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇടരുത്. എന്നിട്ടും വർഷം തോറും കൂടി വരികയാണ്. അതിനേക്കാൾ വലിയ അപകടകരമാണ് ഈ കുടുംബക്ഷേത്രങ്ങളുടെ വളർച്ച മത്സരഭാവത്തോടു കൂടിയാണ് നടത്തുന്നത്. ഉത്സവങ്ങളെല്ലാം ഉത്സവങ്ങൾക്ക് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അല്ല, പകരം ഈ ആഘോഷം പൊലിപ്പിച്ചുകൊണ്ടുള്ള മത്സരം. നാരായണ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 കരിയും പാടില്ല അമ്പലത്തിൽ, ആനയും വെടിക്കെട്ടും. എന്നെ ഒരിക്കലും ഒരു അമ്പലത്തിലേക്ക് പ്രഭാഷണത്തിന് വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവസാനം സ്റ്റേജിൽ വെച്ച് തന്നെ, സാധാരണ അങ്ങനെയല്ല അമ്പലത്തിൽ പ്രഭാഷണം പോകുന്ന വഴിക്ക് സാറേ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ പോക്കറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രഭാഷണം കഴിഞ്ഞ് താലത്തിൽ ആപ്പിളും മുണ്ടുമോ ഒരു ദക്ഷിണായിട്ട് വാങ്ങി. അപ്പം ഞാൻ അതങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അല്ല അത് വേണ്ട ഒടുവിൽ മുണ്ടും ഫലമൂലാദികളൊരു പാക്കറ്റ് വെച്ച് ഞാൻ പറഞ്ഞു ദക്ഷിണ അമ്പലത്തിലിരിക്കട്ടെ. ഞാൻ പോയി എനിക്ക് വന്ന വണ്ടി പോയി കയറുമ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കാം, അതെ ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുട സാർ ദക്ഷിണ സ്വീകരിച്ച് അത് മടക്കി തന്നിരിക്കുന്നു, അത് നമ്മുടെ ഫാഷൻ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്നതായിരിക്കും. വലിയൊരു അബദ്ധമായി പോയി, തിരിച്ചു കൊടുക്കണ്ടായിരുന്നു, അത് പകരം കാണിക്കപ്പെട്ടിയിൽ ഇട്ടാൽ മതിയായിരുന്നു. അപ്പം ഇങ്ങനെ രസകരമായ, അപ്പം ഈ രാമായണ മാസക്കാലം നാലമ്പലം തീർത്ഥയാത്ര, പിന്നെ കണ്ണൂർ ജില്ലയിൽ നാലമ്പലങ്ങൾ, അത് ചോദിക്കാൻ വിട്ടു. അത് ഞാനിവിടെ അല്ലാതെ മറ്റ് മലപ്പുറത്ത് ഉത്തര കേരളത്തിലെ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഇപ്പം കോട്ടയം മലപ്പുറം ജില്ലയിലെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. അത് താങ്കൾ ചോദിച്ചൊരു കാര്യം, ഇവിടെ കോട്ടയത്തെ രാമപുരം കേന്ദ്രീകരിച്ച് ക്ഷേത്രങ്ങൾ, മലപ്പുറത്തും രാമപുരം കേന്ദ്രീകരിച്ച് ക്ഷേത്രം. ഇപ്പം ഇനിയിപ്പോൾ രാമപുരം എല്ലായിടത്തൊക്കെ, പിന്നെ ഇവിടെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച്, അവിടെ എറണാകുളം ജില്ലയിൽ മുളക്കുളം എന്ന് വെച്ചാൽ ചെമ്മനം ചാക്കോടെ വീട്, അതിൻ്റെ കവി വീടിൻ്റെ അടുത്ത് മൂവാറ്റുപുഴയും അവിടെ ഒരു രാമപുരം ഉണ്ട്, മാമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രം കേട്ടിട്ടുണ്ട്. അത് മാമംഗലം ശ്രീരാമ. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ പോയി ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അവിടെയാണ്
ഏതെങ്കിലും അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ, ഗൂഗിളിൽ അടിച്ചൊന്നല്ല, അവിടെ പോയി കുത്തിയിരുന്ന് തയ്യാറാക്കി ആൾക്കാരുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചെയ്തു. ഇന്ന് എനിക്ക് ആ രീതിയിൽ പോവാന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിയിൽ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാം. എന്ത് നേട്ടം? ഭൗതിക നേട്ടങ്ങൾ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതുകൊണ്ട് എനിക്കോ സമൂഹത്തിനോ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അമ്പലങ്ങളും പുരോഹിതന്മാരുമായിട്ട് പോയാൽ എനിക്കോ സമൂഹത്തിന് ഗുണമുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആശ്രമങ്ങളും സന്യാസിമാരിലേക്കും വരുന്നത്. അതായത് 4 അമ്പലങ്ങളിൽ നിന്നും 4 ആശ്രമത്തിലേക്ക് വന്നു. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനൊരു സാഹിത്യകാരനാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആരും, കാരണം ഒരു വേറിട്ട വഴിയിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അതിനൊരു കാരണം എന്തൊക്കെ പറഞ്ഞാലും രാമായണം പോലുള്ള കൃതികളാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ സൗന്ദര്യലഹരിയെക്കുറിച്ച് പറഞ്ഞു, രാമായണ മാസക്കാലം. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ 4 അമ്പലം തീർത്ഥയാത്രയിലെ എന്തെല്ലാം തരത്തിലുള്ള ആചാരങ്ങൾ, കർക്കിടക സംക്രാന്തി, പിന്നെ ഇപ്പോൾ കർക്കിടക കഞ്ഞി വലിയ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ അലോപ്പതി മെഡിക്കൽ സ്റ്റോറുകളിൽ വരെ കർക്കിടക കഞ്ഞിയുടെ കൂട്ട് കിട്ടും. പിന്നെ ദശപുഷ്പം ചൂടൽ അത് മറ്റൊരു, പിന്നെ കലിയന് കൊടുക്കൽ, അങ്ങനെ പല ചടങ്ങുകളും. പിന്നീട് ഞാൻ 4 അമ്പലം തീർത്ഥയാത്രയോടുകൂടി രാമായണ മാസം. അപ്പം രാമായണ മാസത്തിൻ്റെ പ്രത്യേകതകൾ, രാമായണ പാരായണവും പ്രഭാഷണങ്ങളും 4 അമ്പലം തീർത്ഥയാത്രകൾ, കർക്കിടകത്തിലെ സവിശേഷതകൾ, ഇതൊക്കെ കൂടി ഒരു രാമായണ മാസം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എല്ലാം കൂടി വരുമ്പോൾ ഒരു 100 പേജൊക്കെയാണ്. പിന്നീട് ഒരു 10-20 എഡിഷൻ ഓരോ ഇത് പോകും. ആദ്യകാലത്ത് നമ്മൾ പുസ്തക അമ്പലങ്ങളിലൊക്കെ എത്തിച്ച് അത് ചിലവാകും. അതിൻ്റെ പൈസ ചോദിച്ച് ചെല്ലുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഈ വിഷമം കുഞ്ഞുണ്ണി മാഷോട് ഒരിക്കൽ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, എൻ്റെ പ്രഥമ പുസ്തകം, അദ്ദേഹം പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരിച്ചു കോഴിക്കോട്ടുള്ളൊരു പ്രസ്സുകാരാണ്. അപ്പോൾ ആരോ പറഞ്ഞു, മാഷ് ആ പുസ്തകം ചൂടപ്പം പോലെ ചിലവായി, മാഷൊന്ന് ചോദിക്കും എന്തെങ്കിലും തരണ്ടേ, ഓതർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം മാഷ് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂൾ അധ്യാപകനാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രേ, മാഷേ പൈസ ഞങ്ങൾക്ക് ഇരിക്കട്ടെ, പേരും പെരുമയൊക്കെ മാഷ്ക്ക് ഇരിക്കട്ടെ. നല്ല മറുപടി. ഇതൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയുള്ള ഇങ്ങനത്തെ കാര്യം ഈ വലിയ സാധാരണ ഹിന്ദുക്കളല്ല, വിശ്വ ഹിന്ദുക്കളാണ്. ഇത്തരം പുസ്തകം ചൂടപ്പം പോലെ ചെലവഴിക്കും. പൈസ ചോദിച്ച് ചെല്ലുമ്പോൾ ഒന്നുമില്ല. അത് തന്നെയാണ് ഇപ്പം എല്ലാ ദിക്കിലും സംഭവിക്കുന്നത്. പൈസ വന്നോ, ആരാധനാലയങ്ങളിൽ പൈസ വന്നോ, അവിടെ വലിയ മോടിയൊക്കെ കാണാം. പക്ഷേ എന്താ നടക്കുന്നത്? അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല. ഇപ്പം ഇന്ന് വേണമെങ്കിൽ, ഇന്നെന്ന് വെച്ചാൽ ഈ തവണത്തെ രാമായണ മാസത്തിൽ പലരും ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളല്ല, അയോധ്യയിലെ രാമക്ഷേത്രം സംബന്ധിച്ചാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ സൗന്ദര്യലഹരി ആയാലും രാമായണമായാലും എന്തായാലും ഒരു ചോദ്യം വരുന്നുണ്ട്. മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ഘടകങ്ങൾ, വിലോഭനീയങ്ങളായ പ്രലോഭനങ്ങൾ, അതിനെ മറികടക്കാൻ രാമായണം എന്താ പറയുന്നത്? വാൽമീകിയുടെ രാമായണം, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ തുളസീദാസ രാമായണത്തിൽ പറയുന്നൊരു ചോദ്യമുണ്ട്. തുളസി പറയുന്നു, തുളസിയുടെ രാമൻ പറയുന്നു, പ്രാൺ ജായേ തോ ധർമ്മ ന ജായേ, പ്രാണൻ പോയാലും ധർമ്മം പോകില്ല. ഇത് നമ്മുടെ മലയാളിയുടെ രാമനും വടക്കേന്ത്യക്കാരുടെ രാമനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ ഒരു പരിധി വരെയൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ജനം കാരണം രാമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമോ വിഗ്രഹവാൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ്. അതാരാ പറയുന്നത്? രാമായണത്തിലെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് രാമഭഗ്നിയായ സീതയല്ല, രാമദാസനായ ഹനുമാനല്ല, രാമസഹോദരനായ ലക്ഷ്മണനല്ല, മറിച്ച് മാരീചനാണ്. മാരീചനോട് രാവണൻ രാവണനോട് പറഞ്ഞു കൊടുക്കും. അതെ അതെ, രാവണൻ ഇങ്ങനെ സീതയെ, അതൊക്കെ വലിയ പാഠങ്ങളാണ്. നമ്മളെ സൗന്ദര്യലഹരി അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ പാഠങ്ങൾ. അതായത് രാവണന് സീതയോടുള്ള മോഹം, അതായത്
രാവണൻ പറയുന്നുണ്ട്, സ്വർണമയി ലങ്ക, സ്വർണം കൊണ്ട് പൊതിഞ്ഞ ലങ്ക, ആ ലങ്കയുടെ ചക്രവർത്തിയാണ് ഞാൻ. നീയോ ഏതൊരു മനുഷ്യന്റെ പിന്നാലെ കാടുകളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടവളല്ല. നീ രാവണന്റെ പത്നിയായ പട്ടമഹർഷിയാവും. ഒന്ന് നോക്കണം. ഇപ്പം നമ്മളിവിടെ രാമായണ പാരായണം നടത്തുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നാലമ്പലം തീർത്ഥയാത്രകളിൽ പോകുന്നു. ഇവിടെ ഒരു ചോദ്യം, നമുക്ക് ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം എഴുത്തച്ഛൻ്റെ രാമായണം വരുമ്പോൾ ധർമ്മത്തെക്കാൾ കൂടുതൽ ഭക്തിയാണ്. അതെ, ഭക്തിമുക്തി പ്രധാനം അധ്യാത്മരാമായണം. അത് വാൽമീകിയുടെ രാമായണം, നമ്മുടെ മനോജ് മനയിൽ ഇപ്പോൾ ഒരു അതായത് നിങ്ങളെ ജനൻ ടി വിയുടെ ആൾക്കാരിങ്ങനെ ഓരോന്നായിട്ട്, അപ്പം മനോജ് മനയിൽ ജനൻ ടി വിയിലായിരുന്നില്ല, അയാൾ പറയുന്ന വാൽമീകി രാമായണമല്ലേ പ്രചരിപ്പിക്കേണ്ടത് എന്ന ചോദ്യം. മറുപടി കൊടുക്കാൻ പലർക്കും കഴിയുന്നില്ല. മറുപടി ആവശ്യപ്പെടുന്നവരിൽ നിന്ന് അയാൾക്ക് മറുപടി കിട്ടുന്നില്ല. അപ്പോൾ വാൽമീകി രാമായണത്തിന് പകരം അധ്യാത്മരാമായണം, ഇത് ശരിക്കും ആധ്യാത്മരാമായണം മൂലം എഴുതിയിരിക്കുന്ന സാക്ഷാൽ വ്യാസനാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ രാമായണ മാസക്കാലത്ത് ഇതെല്ലാം നടക്കുമ്പോഴും വാൽമീകി, വ്യാസൻ, തുഞ്ചൻ, തുളസി, കമ്പൻ, കാളിദാസൻ, ഭാസൻ, ഭവഭൂതി, ഇവരുടെ ഒരു സാഹിത്യ മണ്ഡലം, അതാണ് ഇപ്പം സൗന്ദര്യലഹരിയും സാഹിത്യ മേഖലയും. രാമായണം പോലുള്ള കൃതികൾ അരബിന്ദോ ഘോഷ് പറയുന്നുണ്ട്. അരബിന്ദോ ഘോഷ് ആരാണ്? വിശ്വസാഹിത്യത്തിന്റെ മറുകര കണ്ട ആളാണ്. ആ അരബിന്ദോ ഇംഗ്ലീഷ് ഭാഷയിൽ ഒക്കെ കാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് മാത്രമല്ല, ലാറ്റിൻ, ഗ്രീക്ക്, അങ്ങനെ നിരവധി ഭാഷകളിൽ പഠിച്ച ഒരാളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വസാഹിത്യത്തിന്റെ മറുകര കണ്ട മഹർഷി അരബിന്ദൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിൻ്റെ ആത്മാവിലേക്ക് ഒരു കുതിപ്പിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒരിക്കൽ അത് സാധിച്ചാൽ ലോകത്തിലെ മറ്റൊരു കൃതിയും അതിന് മേലെയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു തരില്ല. അത്ര മഹത്തരമാണ് രാമായണം, അത്ര സുന്ദരമാണ് രാമായണം. അത്തരം രാമായണം അല്ലെങ്കിൽ സൗന്ദര്യലഹരി പോലുള്ള കൃതികൾ പാഠ്യവിഷയമാകണം എന്ന് നമ്മൾ പറഞ്ഞാൽ അതിപ്പോ വർഗീയതയായി മാറും, സംഘീവൽക്കരണമാകും, കാവ്യവൽക്കരണമാകും. മറ്റ് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലല്ലേ വരുന്നത്. അപ്പം നിങ്ങൾ ഈ മലയാളികൾ എന്ന് പറയുമ്പോൾ ഈ മലയാളികളുടെ മലയാളിത്തത്തിലേക്ക്, തനിമയിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും രാമായണ മാസമൊക്കെ ആരംഭിച്ച് അതിലേക്ക് വരുന്നുണ്ട്. ഈ നാലമ്പലം തീർത്ഥയാത്ര, പിന്നെ നാടോടി വിജ്ഞാനീയം, ഓരോ പ്രദേശത്തുമുള്ള കാലത്തുള്ള ഇപ്പം കർക്കടക ചികിത്സ, പിന്നെ കർക്കടക സംക്രാന്തി കഴിഞ്ഞു, ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതുള്ള, പിന്നെ കലിയന്, വേടന് തൊഴൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദശപുഷ്പം ചൂടൽ. കാരണം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഔഷധമൂല്യമില്ലാത്ത ഒരു ചെടി കണ്ടാൽ നീ പഠനം നിർത്തണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം മലയാള നാടിൻ്റെ തനിമയിലേക്ക് പോകാൻ രാമായണം പോലുള്ള കൃതിയെ കേന്ദ്രീകരിച്ച് ഈ രാമായണ മാസക്കാലം നമ്മളെ നയിക്കേണ്ടതാണ്. പ്രസക്തി അവിടെയാണ്. ഓരോ രാമായണ മാസക്കാലം കഴിയുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഉള്ളിലെ ഈ ഭക്തി, രാമായണം പോലെയുള്ള ഒരു സദ്ഗ്രന്ഥം എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഭക്തി, ധർമ്മം അല്ലെങ്കിൽ വിഭക്തി, പാണ്ഡിത്യം എത്രയുണ്ട്? അങ്ങനെ ഒരു ആത്മപരിശോധന നമ്മുടെ സനാതന ധർമാവലംബികളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ കേവലം രാമായണ പാരായണത്തിൽ ഒതുങ്ങി നിൽക്കാതെ തലമുറകളായിട്ട് നമ്മൾ കൈമാറി വന്ന ഒരു പരമ്പരാഗതമായൊരു ജ്ഞാന ഗംഗ, അതിൻ്റെ ഒരു ഒഴുക്ക്, അത് അടുത്ത തലമുറയിൽ അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി കൊടുക്കുകയും ഒപ്പം ഞാൻ വ്യക്തിപരമായി
രാമായണ മാസാചരണത്തിലൂടെ എത്രമാത്രം ശുദ്ധി നേടി എന്നൊരു ആത്മപരിശോധന നടത്തുകയും വേണ്ടതാണ്. SK പൊറ്റക്കാട് സാഹിത്യ സഞ്ചാരകൻ, സഞ്ചാര സാഹിത്യകാരൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനം കൊണ്ട് അദ്ദേഹം ഈ നിലയിലേക്ക് വന്നത് പ്രചോദിപ്പിച്ച ഗ്രന്ഥം രാമായണമാണ്. അപ്പോൾ ഒരു കവിത രചിച്ചിട്ടുണ്ട്, രാമായണം എന്ത് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച്. മരണഗന്ധം കലർന്നതാണെങ്കിലും ഒരു നിയമവും ഏലാത്തതെങ്കിലും ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും മധുരമയമാണെനിക്കെന്നുമെൻ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മധുരമയമാക്കി തീർത്തത് രാമായണം പോലുള്ള കൃതികളാണ്. നമസ്കാരം. നന്ദി. നമസ്കാരം.